എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എനിക്ക് എന്നെ കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല. എന്തൊക്കെയാ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ കാണുക, ഇത്രയും മ്ലേച്ഛമായ ഭാഷയിൽ ഒരു സ്ത്രീ ഹണി ഭാസ്കറിനൊപ്പം ഉള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഹലോ ഗൈസ് വെൽക്കം വണക്കം ഒരു വാട്ടർ ബാറ്ററി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു യുവ നേതാവിന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം, അത് സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. അതിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരത് ചെയ്തില്ല ഇവരത് ചെയ്തില്ല എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക്, അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഭൂഷണമാണോ? ഇത്ര കാലമില്ലാത്ത രീതിയിലുള്ള സൈബർ വേട്ട, അത് ഇരകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തു കൂടെയായിട്ടുള്ള ഷഹനാസിൻ്റെ ഒരു പോസ്റ്റ്, അതായത് ഷഹനാസ് ഈ വലതുപക്ഷ ഈ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, പുള്ളിക്കാരത്തിയുടെ ഒരു പോസ്റ്റ്. അതോടൊപ്പം തന്നെ ഈ കാലങ്ങളിൽ അത് അത്രയും കേൾവില്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഒരു വോയിസ് ഉണ്ട്. ആ ഒരു വോയിസ് അടക്കം ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. സോ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീണ്ടും പറയും, ഇടതുപക്ഷ പാർട്ടിക്കാർ അത് ചെയ്തില്ലേ, ഈ BJP-ക്കാർ അത് ചെയ്തില്ലേ, ഇവർക്ക് മാത്രം എന്താ തെറ്റ്? ഇത് രാജിവെക്കാത്തതൊന്നുമല്ല, അത് ധാർമ്മികത എന്നുള്ള കാര്യമാണല്ലോ ഇവരെല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണോ നിങ്ങളൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഈ പറയുന്ന മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളെല്ലാം അടിച്ചമർത്തണം എന്നുള്ള കാര്യമാണോ? പുരുഷ മുഷ്ക് കാണിക്കണം എന്നുള്ളതാണോ? ഇതൊക്കെ ന്യായമാണോ? അത് ഒന്ന് ചിന്തിക്കണം, സമൂഹം വിലയിരുത്തണം. കാരണം നമ്മുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. ആദ്യം നിലവിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള റിനി എന്ന് പറയുന്ന ആ സ്ത്രീ നേരിടുന്ന സൈബർ വേട്ട നിങ്ങൾ കാണണം. എന്തൊക്കെയാ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ കാണുക, ഇത്രയും മ്ലേച്ഛമായ ഭാഷയിൽ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് നേരിട്ടുള്ള ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തി ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞതാണ് അവർ ചെയ്ത് തെറ്റ്. ഇങ്ങോട്ട് നോക്കൂ, അതിനകത്തുള്ള തെറിവിളിയുടെ ലെവൽ എത്രമാത്രം സ്ലഡ് ഷെയിം ചെയ്തുകൊണ്ട് ആ സ്ത്രീത്വത്തിനെ അങ്ങേയറ്റം രീതിയിൽ അപമാനിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടി. ഇതിനെയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. എന്ത് രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണെങ്കിലും എല്ലാ വെടികളും ഇറങ്ങി കടിക്കും. ഇലക്ഷൻ ആയില്ലേ, ഇതാണോ പറച്ചിൽ? ഇങ്ങനെയാണോ പറയേണ്ടത്? ഒന്നുകിൽ അവർ ചെയ്തിട്ടുള്ള കാര്യം തെറ്റല്ലെങ്കിൽ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള കോൺഗ്രസ്സുകാരോ ഈ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കാരോ നിങ്ങൾക്ക് നേതാക്കന്മാർ അഡ്വക്കേറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇതുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? ഇവർ ചുമ്മാ ആവശ്യമില്ലാതെ ഒരാൾക്കാർ അലിഗേഷൻ കൊണ്ടുവന്നിട്ടാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊക്കോണ്ടിരിക്കുന്ന മുഴുവൻ തെറികളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അത്രയും ഹീന വെടിച്ചി പുരസ്കാരം 2025 നേടിയ കയപ്പ് റിനി, ഝാൻസി റാണി എന്ന് നോക്ക് അണ്ടിപ്പോ. എന്തൊക്കെ തെറിയാണ്, അവളെ കണ്ടാലേ അറിയാം. ലക്ഷണം കണ്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, ഇതാ ധീരപിടി, അതിനകത്ത് മൊത്തം ഈ ഒരു വാക്കാണ് ഉള്ളത്. ആ ഒരു സംഭവം ഇങ്ങോട്ട് നോക്കൂ, ഇത്രയും കണക്കിന് ഇങ്ങനെ 100 കണക്കിന് കമൻസ്, എല്ലാം ഈ പറയുന്നതെല്ലാം തെറികളാണ്. എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ അഭിസംബോധന ചെയ്യുക? ഇതെല്ലാത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള ഇദ്ദേഹം ഇതിന്റെ രണ്ടാമത്തെ സംഭവം വന്നിട്ടുണ്ട്. പീഡനത്തിന് ഇരയായ യുവതിയെ കൊല്ലാനും മടിയില്ല എന്ന് രാഹുൽ പറയുന്ന ഓഡിയോ സന്ദേശമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭഛിദ്രം ചെയ്തില്ല എങ്കിൽ തന്റെ ജീവനം തകരുമെന്ന് രാഹുൽ പറയുന്നു. പീഡനത്തിനിരയായ യുവതിക്ക് നേരെ അസഭ്യം പറഞ്ഞും MLA പ്രതികരിക്കുന്നുണ്ട്. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്?
താൻ എന്താ ചെയ്ത് എനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞാൽ താൻ നിങ്ങളെന്ത് പഠിക്കണം? അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആകും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കേണ്ട. ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഇടതുപക്ഷ പാർട്ടിക്കാരോ മറ്റുള്ള ആൾക്കാരോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ അത്? അദ്ദേഹം ഒരു സ്ത്രീയെ, ആ സ്ത്രീയിൽ അദ്ദേഹം ഗർഭമുണ്ടാക്കി. ആ ഗർഭമുണ്ടാക്കിയതിന് ശേഷം ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും അതിനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യത്തിന് എങ്ങനെയാണാവോ നമ്മൾ സാമൂഹിക മനസാക്ഷിയുടെ കണ്ണിലൂടെ നോക്കിയിട്ട് അതൊരു തെറ്റല്ല എന്ന് പറയുന്നത്? അതൊരു തെറ്റല്ലേ? ആ ഒരു തെറ്റിനെ നമ്മൾ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയാൽ അത് തെറ്റല്ല ആയിട്ട് മാറുമോ? എന്നിട്ടും എന്താ, അവരെ പരുഷമായ തെറികൾ അങ്ങോട്ട് വിളിക്കുന്നതിനപ്പുറത്തേക്ക് പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് എത്ര സമയം വേണം. ഇതിനെക്കാട്ടിലും വലിയൊരു തെറ്റ്, ഇതിനെക്കാട്ടിലും വലിയൊരു പാതകം വേറെ ഉണ്ടോ? നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് വളരെ സേഫായിട്ട് ജീവിക്കുന്ന സമയത്ത് നിയമനിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ടാണ് ഈ രാജ്യത്ത് നിയമങ്ങളെ പലതരത്തിലും അമെൻമെൻറ്റിലൂടെയൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിനെ സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് നിയമനിർമ്മാണ സഭയ്ക്കകത്ത് നിൽക്കുന്ന ഒരു മെമ്പറാണ്, ഒരു MLA ആണ് ഈ തരത്തിലൊരു നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് ചോദിക്കുന്നത്. ഇത് തെറ്റല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കി. മുകേഷ് MLA കാര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഈ ഇടതുപക്ഷ MLA കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ MLA രാജിവെച്ചിട്ടില്ല, ആ MLA പിന്തുണ കിട്ടുന്നു, അല്ലെങ്കിൽ ആ MLA ഇങ്ങനെ കടിച്ചു തൂങ്ങി രാഷ്ട്രീയത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെയും അതുപോലെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളിനെ കൊലക്കേസിൽ പ്രതിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുള്ള ആൾ കൊലക്കേസിൽ പ്രതിയുള്ള ആൾ എന്താ മത്സരിച്ചാലെന്ന് ചോദിക്കുന്ന ചോദ്യം എത്രമാത്രം അപലപനീയമാണ് ആ കാര്യങ്ങൾ. ഇത് നിങ്ങളൊക്കെ ഈ കാണുന്ന ആൾക്കാർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുമാത്രമാണ് പറയുന്നത്? ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നു, ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. എത്ര സ്ത്രീകളാണ് വന്നത്? 1-2 പേരാണോ? എത്രയോ പേര് വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും അതിൻ്റെ പുറകെ വേറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ടും അതും അവിടെ നിന്ന് പാടിപ്പോയി എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ MA ഷഹനാസ്, എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ്. കാരണം ഈ പരാതിയുമായിട്ട് പറഞ്ഞ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമം, അവർക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണം, സൈബർ വേട്ട എത്രമാത്രമാണെന്നുള്ള കാര്യം MA ഷഹനാസ് ഈ കോൺഗ്രസിൻ്റെ അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ ഒരു രാഷ്ട്രീയം പേറി അതുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഒരു കോൺഗ്രസ്സുകാരി തന്നെയാണത്. പുള്ളിക്കാരത്തി പരാതിയുമായി വരുന്ന സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് മരണം വരെ. ഓക്കെ, എൻ്റെ പക്ഷം മനുഷ്യപക്ഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ പദവിയോ സ്ഥാനമാനങ്ങളോ നഷ്ടമാകുന്ന ജീവൻ പോലും എൻ്റെ പരിഗണനയില്ല. പരാതിപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ സമൂഹം നൽകുന്ന വളരെ മനോഹരമായ പേരുകൾ ഒരിക്കൽ എൻ്റെ തലയിലും ചാർത്തി കിട്ടിയത് തന്നെയാണ്. അതിൽ സരിത, സ്വപ്ന ഇതൊക്കെ ഉൾപ്പെടും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. പെണ്ണ് പരാതി ഉയർത്തിയാൽ മാത്രം മതി. പെണ്ണ് പരാതി ഉയർത്തി കഴിഞ്ഞാൽ പെണ്ണിനെതിരെ പിന്നെ വരുന്ന സ്ലട്ട് ഷെയിംസ് ആണ്. അതായത് അവൾ ലോകപ്പിഴ, അവൾ പിഴയാണ് എന്നുള്ള രീതിയിലാണ് അവളെ കൊല്ലാക്കൊല ചെയ്യുന്നതിൻ്റെ അങ്ങ് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അങ്ങ് പറയും. എത്രത്തോളം മെന്റൽ ട്രോമ ഈ സാഹചര്യത്തിൽ ഓരോ പെണ്ണ് അനുഭവിക്കുന്നു എന്നത് അതേ തീവ്രതയിൽ അറിയുന്നത് കൊണ്ട് തന്നെ പ്രതികരിക്കുന്ന പെണ്ണ് പ്രതീക്ഷ തന്നെയാണ്, അതോടൊപ്പം അഭിമാനവും. എഴുത്തുകാരി ഹണി ഭാസ്കരനും അഭിനേത്രി റിനി ആൻഡ് ജോർജും പ്രതികരിച്ചതിനെതിരെ വളരെ മോശമായ രീതിയിൽ അവരെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്നത് കാണുമ്പോൾ പറയാനുള്ളത്, അധികാരം ഉപയോഗിച്ച് പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്ന ആണുങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പരാതി പറയാൻ വരുന്ന സ്ത്രീകളെ നിങ്ങൾ അടിച്ചമർത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. നിരവധി സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർ ആണ് പരാതികളായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു അധികാരത്തിനും അടിയറവ് പറയാനുള്ളതല്ല പെണ്ണിന്റെ അഭിമാനം എന്നത്. ഇപ്പോൾ പരാതികൾ പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സ്ത്രീകൾക്ക് പിന്നിൽ ട്രോമ അനുഭവിക്കുന്ന, പുറത്തു വരാൻ മടിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ മനസ്സും മുഖവുമുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പമല്ലാതെ പിന്നെ ആർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഷഹനാസിന്റെ ആ ഒരു കുറിപ്പ് അവിടെ അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി ഹണി ഭാസ്കറിനൊപ്പം ഉള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റിൻ്റെ അകത്ത് അവർ VD സതീശനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ ഇപ്പം എന്തായാലും നടപടി എടുക്കുമെന്നുള്ള കാര്യം നിലപാടിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നിരവധി പോസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ഫുൾ വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചേക്കാം. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ലെവലിൽ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ല എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല.
താൻ എങ്ങനെ എടോ അത് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയാം. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്താണ് എന്റെ സീരിയസ്. എനിക്ക് എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴോ താൻ എന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ. ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എനിക്കൊരു സമാധാനം ലഭിക്കുക. അതുണ്ടായതിനു ശേഷം പിന്നെ അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും താൻ എന്താ ചെയ്യാൻ പോന്നെ? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്നൊരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നോട്? തന്നോട് എന്താണോ ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ലേ? തന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. ഉറപ്പായും തകരും. തകരുന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്നെ ഒന്ന് കാണണം. പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചെയ്യും? തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ശരിക്കും പറഞ്ഞ ഇതിൽ പൊളിറ്റിക്കൽ ഒരു അജണ്ടയും പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ മാറ്റി നിർത്തുക, ഇടതുപക്ഷം വലതുപക്ഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ മാറ്റി നിർത്തുക. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കുഞ്ഞ് ആ സ്ത്രീയുടെ വയറിൽ ജന്മം കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിനെ ഒഴിവാക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രൈം ഡിമാൻഡ്. അതല്ല എങ്കിൽ നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് എത്ര നേരം വേണമെന്നുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ഉയർച്ച, അദ്ദേഹത്തിൻ്റെ പദവികൾ, അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്ക് മാത്രം അദ്ദേഹം മുൻനിർത്തി സംസാരിക്കുന്ന സമയത്ത് ആ സ്ത്രീക്കില്ലേ അഭിമാനം? ആ സ്ത്രീക്കില്ലേ അവരുടെ സ്ത്രീത്വം? ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് ആ സ്ത്രീ ആരോട് ചെന്ന് വിലപിക്കും? അഥവാ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന ചാർത്തി കിട്ടുന്ന പേരുകളെല്ലാം നമ്മൾ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കുറേ അധികം ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നെ ആൾക്കാർ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇപ്പം നിലവിൽ ചർച്ചകളിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പല സമയങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് അവർ നിലപാടെടുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ നിലപാടെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല എന്നുള്ള നിലപാട് ഒട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു കേരള രാഷ്ട്രീയത്തിന് യോജിച്ചതാണോ എന്ന് അറിയത്തില്ല. മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട് ചില എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു അലിഗേഷൻ വരുന്ന ആ സ്പോട്ടിൽ തന്നെ രാജിവെച്ച് മാറി നിന്ന് പിന്നീട് വരുന്ന എന്താണോ അന്വേഷണം, ആ അന്വേഷണത്തിന് നേരിടാൻ തയ്യാറാവുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നോക്കുമ്പോഴേക്കും എന്ത് പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുകയും ആ പ്രിവിലേജ് കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്?
എനിക്കറിയത്തില്ല നമ്മുടെ പൊളിറ്റിക്സ് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പൊളിറ്റിക്സാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊളിറ്റിക്സ്. കേരളത്തിൻ്റെ അകത്ത് സമാനതകളില്ലാത്ത മറ്റ് അന്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നാടാണ്. ആ രാഷ്ട്രീയം സംസാരിക്കുന്ന നാട്ടിൻ്റെ അകത്താണ് ഇത്രത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയും ആ സ്ത്രീകളെ മൊത്തം സ്ലക്ഷയം ചെയ്യുകയും ചെയ്ത് വ്യക്തിഹത്യാപരമായിട്ടുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊല്ലാക്കൊല ചെയ്ത് അട്ടഹസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്? എന്ത് ജനാധിപത്യത്തിനെ കുറിച്ച് പറയാനുള്ള അർഹതയാണുള്ളത്? ധാർമ്മികത എന്നുള്ള വാക്ക് പറയാൻ ഇവർക്ക് എവിടെയാണ് അർഹത ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായത്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വേട്ടക്കാരനൊപ്പം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം ആയിരിക്കാം നിങ്ങൾ അത് സംസാരിപ്പിക്കുന്നത്. ഏത് രാഷ്ട്രീയത്തിൻ്റെ നിലപാട് തറയിൽ നിന്നാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതിനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അതല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളെ തിരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെങ്കിലും തയ്യാറാവുക എന്നുള്ള കാര്യം മാത്രമാണ്. നവീകരിക്കപ്പെടാത്ത ഒരു രാഷ്ട്രീയവും ഒരു കാരണവശാലും ഒരു കാലത്തും കാലഹരണപ്പെട്ടതാണ്. അതിന് ഒരു സ്വീകാര്യതയും സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകത്തില്ല. പക്ഷെ ചരിത്രത്തിൽ അവരെന്നും ഇടം പിടിച്ചിരിക്കും. കാരണം അവരിന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന ആ ബ്ലാക്ക് മാർക്കുകൾ സമൂഹം എടുത്ത് ചർച്ച ചെയ്യും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ബൈ.